ഞാനിപ്പോൾ നിൽക്കുന്നത് ഈജിപ്തിലെ കെയ്റോയിൽ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളിയുടെ മുന്നിലാണ്. ഈ ബാക്കിൽ കാണുന്ന കെട്ടിൻ്റെ ഉള്ളിലാണ് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നത്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്ന ഒരു പ്രസിദ്ധമായ വാക്കുണ്ട്, വിജ്ഞാന സാഗരത്തിലെ നൗക, കപ്പൽ. ആ ഒരു വാക്കിനെ സൂചിപ്പിക്കുന്നതാണ് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്ന അതിൻ്റെ മുകളിലുള്ള കുബ്ബയുടെ മുകളിൽ ഒരു നൗകയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, ഒന്നുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ സിമ്പലായിട്ട്, വിജ്ഞാന സാഗരത്തിലെ നൗക എന്നതിൻ്റെ സിമ്പലായിട്ടാണ് ഇത് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ولا تخسروا الميزان والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان فبأي آلاء ربكما ഫലസ്തീനിലെ ഗസയിലാണ് ജനിക്കുന്നത്. ഇവിടെ ജനിക്കുന്നത് ഫലസ്തീനിലെ ഗസയിലാണ് മഹാനവറുകൾ ജനിക്കുന്നത്. 2-ാമത്തെ വയസ്സിൽ തന്നെ മഹാനവറുകൾ മക്കയുടെ മണ്ണിലേക്ക് എത്തപ്പെട്ടു. 7-ാം വയസ്സിൽ വിശുദ്ധ ഖുർആൻ പരിപൂർണമായിട്ടും ബൈഹാർട്ട് ചെയ്ത വ്യക്തിത്വമാണ്. 10-ാം വയസ്സിൽ ഇസ്ലാമിക ലോകത്തെ ആദ്യത്തെ ഹദീസ് ഗ്രന്ഥമായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുവത്ത എന്ന ഗ്രന്ഥം പരിപൂർണമായിട്ടും ബൈഹാർട്ടാക്കിയ വ്യക്തിത്വമാണ്. ഇസ്ലാമിക നിദാന ശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവാണ്. 4 മദ്ഹബുകളിൽ ഒരു മദ്ഹബിൻ്റെ സ്ഥാപകനാണ്. അങ്ങനെയുള്ള മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കലാണ് നമ്മൾ നിൽക്കുന്നത്. ഇമാം ഷാഫിയെ സംബന്ധിച്ച് വിശാലമായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് വാഹനത്തിൽ വെച്ച കാര്യങ്ങൾ വിശദീകരിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ഫാത്തിഹ ഓതി ദുആ ചെയ്ത് സലാം പറയാം. هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له